My family is Jungkook. അച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ ഷോക്സും ടൈയൊക്കെ എവിടെ? അവിടെ എവിടെയെങ്കിലും കാണും, നോക്ക് നീ. നിനക്ക് ടൈം ആയില്ലേ പോവാനേ? പിന്നെ നീ തന്നെ പോയാ മതി. അവന്റെ ഒരു ഇന്റർവ്യൂ. ഈശ്വര, ഈ ലോകത്ത് എത്ര പെൺപിള്ളേരുണ്ടായിരുന്നു, എന്നിട്ട് എനിക്ക് ഈ കഴുതയോടാണല്ലോ പ്രണയം തോന്നിയത്. ഒരു പെങ്കൊച്ചാണെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാണ്. ഇതിപ്പോ ഈ പൊട്ടന്റെ കാര്യം കൂടി ഞാൻ നോക്കേണ്ട അവസ്ഥ ആയല്ലോ. അതിനർത്ഥം നിനക്കെന്നെ മടുത്തുന്നല്ലേ? സത്യം പറഞ്ഞു, എവിടെയെങ്കിലും വല്ല പെങ്കൊച്ചിനെയും കണ്ടിട്ടാണോ ഈ സംസാരിക്കുന്നത്? എന്റെ പൊന്നോ, ഞാനൊരു ഉപമ പറഞ്ഞതാണേ. ഞാൻ അതിന്റെ പേരിൽ നിന്നെ കടിച്ചു കയറാൻ വരണ്ട നീ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇന്നിപ്പോ എന്തായാലും ഇന്റർവ്യൂവിന് പോകാനുള്ള മൂടൊക്കെ പോയി. ഇനി അടുത്തതിന് നോക്കാം. നീ വന്നേ, നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാം. നോക്കച്ചു, ഞാൻ റെഡി ആയിട്ട് വരുമ്പോഴേക്കും നീ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോനൊന്ന് റൂമിന് പുറത്ത് കിടക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തോന്നടാ നീ ഇങ്ങനെ കഷ്ടണ്ടാ. അച്ചൂടാ, 2 ദിവസമായില്ലടാ അവനൊന്ന് കണ്ടിട്ട്. എന്തോ ഒരു ടെൻഷൻ പോലെ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അത് വേണ്ട. നിന്നെ ഇനി അവന്റെ ആ തന്ത കണ്ടിട്ട് വേണം അടുത്ത പ്രശ്നം ഉണ്ടാക്കാന്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഞാനും കൂടെ വരാടാ. വേണ്ടാന്നല്ലേ ഒരട്ടം പറഞ്ഞേ. പിന്നെയും പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ നിരഞ്ജനായിട്ട് തെറ്റിപ്പോയിക്കോളാം. അതാ നല്ലത്. അമ്മ അതും കണ്ട് വളമ്പിയെ. നല്ല വിശപ്പ്. ചേട്ടന് വേണ്ടെങ്കിൽ വേണ്ട. മോനെ അച്ചു, നമ്മളിവിടെ തിന്നു സുഖിക്കാൻ വേണ്ടി വന്നതല്ല. ആ തന്ത വരുന്നതിന് മുന്നേ ഇറങ്ങണം. ശരിയാ മോനെ, അങ്ങനെ വരുന്നതിന് മുന്നേ ഇറങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി. പിന്നെ ജീവെന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസമായി. പോകുന്ന വഴിക്ക് മക്കൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കണേ. ക്യാഷ് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ തരാം. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് അവൻ കഴിച്ചില്ലെന്നോ? പൊട്ടൻ. അമ്മ വിഷമിക്കണ്ട, അവൻ ഈശ്വര അടുത്തേക്കല്ലേ പോന്നെ. അവൻ നന്നായി കഴിച്ചോളൂ. ജീവ, നീ വരുന്നുണ്ടോ? കഴിഞ്ഞു ഇതാ വരുന്നു. എന്നാ ഞങ്ങള് പോട്ടെ. ചേട്ടൻ ഇവിടെ ഇറങ്ങുകയാണോ അതോ ഞങ്ങളെ കൂടെ വരികയാണോ? എന്താടാ, നിങ്ങൾക്ക് എന്നെ പറഞ്ഞേക്കാണ്ട് ഇത്രക്ക് തിരക്ക്? ഇനി രണ്ടിനും കൂടി എന്തെങ്കിലും ഒപ്പിക്കാനാണോ? ഏയ്, എന്ത്? അങ്ങനൊന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. അതെ, ഒന്നുമില്ല. ഇവനെ അവിടെ കൊണ്ടുവിട്ടാ എന്റെ പണിയും കഴിഞ്ഞു. അവനെവിടെ? അവൻ പുറത്തുപോയി. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. ആരുടെ കൂടെ? ഇനിയും എന്തെങ്കിലും വൃത്തിയോട് കാണിക്കാനാണോ? ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നതാണോ നിങ്ങൾ പറഞ്ഞ ഈ വൃത്തികേട്? പിന്നെ നിന്റെ മോൻ ചെയ്യുന്നതിന് വൃത്തികേട് എന്നല്ലാതെ പിന്നെ എന്താ പറയാ? അല്ല, വൃത്തികേട് എന്നല്ല പറയണ്ടത്, കഴപ്പ് എന്നാ പറയണ്ടത്. അല്ല, 1-ാം തരം കഴപ്പ്. അവനക്ക് അത്രയ്ക്ക് ഇളകി നിൽക്കണമെന്നുണ്ടെങ്കിൽ വല്ല ക്ലബിലും കിട്ടുമെന്ന് പോയി നോക്കാൻ പറയടി. അതിനവൻ നിങ്ങളുടെ മകനല്ല, വല്ല ക്ലബിലും പോയി കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ കിടക്കാൻ. എടി കഴിവേറ മോളെ, അടങ്ങൊതുങ്ങി നിന്നോ തള്ളയും മോനും. അല്ലാന്നുണ്ടെങ്കിൽ ചാവാനറ്റി കിടക്കുന്നതിന്റെ തള്ളയില്ലേ, അങ്ങ് പറഞ്ഞേക്കും ഞാൻ പരലോകത്തേക്ക്. എന്താ ഇവിടെ നിർത്തിയേ? അതെനിക്കറിയില്ല. നിന്നെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാനാ പറഞ്ഞേ. പോയി നോക്കി നോക്ക്. വിശ്വ, ഒക്കെ സെറ്റല്ലേ? ഞങ്ങള് വരികയാണേ.
അയ്യേ കരയാ. എന്റെ ചെക്കൻ സ്ട്രോങ് അല്ലേ? മതി അറിഞ്ഞത്. എനിക്ക് നിന്റെ മയിലും കാട്ടിട്ടുള്ള ആ ചിരിയ കാണേണ്ടത്. പോടാ. ഈ ചെക്കൻ ഇത് കരഞ്ഞിട്ട് എന്റെ പ്ലാന് ഫുള്ള് കൊളാക്കി. പ്ലാനോ? എന്ത് പ്ലാന്? അതൊക്കെ ഉണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. അച്ഛോ, നീ ഇവനെ ഒന്നും കൂടി ആദ്യം മോദി അവിടുന്ന് കൂടുന്നേ. നിനക്കെന്താ ഭ്രാന്തായ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ ചെറുത്. ഇവന്റെ വലിയ വലിയ പ്രാന്തകളൊക്കെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ നീ വായോ. ഹലോ, നീ എന്നെ പറഞ്ഞേൽപ്പിച്ച ജോലി ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും സൂരജും കൂടി ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ? എനിക്ക് നല്ല കുഴപ്പമുണ്ട്. നിനക്ക് കുഴപ്പമുണ്ട്? അപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം നീ തരില്ല അല്ലേ? ഓക്കെ, ശരി, ബൈ. ജീവ, ബൈ. എന്താടാ നീ ഇങ്ങനെ? അവനെ കൂടി നിർത്തായിരുന്നില്ലേ? അവൻ കുറെ ചോദിച്ചതല്ലേ? വേണ്ട, ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രം മതി, വേറെ ആരും വേണ്ട. എന്താണ് ഉദ്ദേശം? ദുരുദ്ദേശം? എന്തേ, മോനക്ക് മനസ്സിലായില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ടൈം കണ്ടപ്പോ നിന്റെ വിക്കിയിട്ടുള്ള സംസാരം, ആ കാര്യം പറഞ്ഞ എന്നെ കളിയാക്കല്ലടാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിന്നെ കണ്ടപ്പോ ഷോക്കായി പോയതാ. ഒന്ന് വന്ന് തട്ടിക്കോ മോനെ. അതിനെനിക്ക് മുട്ടിക്കാൻ എത്തണ്ടേ? ഇത്രയും മെമ്മറീസ് ഉണ്ടായിട്ട് ഫസ്റ്റ് കിസ് ആണല്ലേ നിന്റെ ഫേവറേറ്റ്? ആ ഒരൊറ്റ മൊമെന്റിലാ ഞാൻ നിനക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നീ എന്നെ അറിയിച്ചത്. Miss you, Jiva. Love you. ജീവ, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? ഇതെന്താ പെട്ടെന്ന്? എവിടക്ക പോകുന്നേ? ആരൊക്കെയുണ്ട്? എല്ലാം അറിഞ്ഞാലേ നീ വരൂ. അതൊക്കെ ഉണ്ട്, നീ വായോ. എങ്ങോട്ടാന്ന് പറ. ഓ എന്റെ പൊന്ന് ചെറുക്ക, ഒന്നും മിണ്ടാതിരിടാ, പറയാം. അപ്പൊ ഇങ്ങനെ പോവല്ലേ? ഒരറിയിപ്പുണ്ട്, ഞങ്ങളുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടെന്ന് അറിയിക്കുന്നു. ഞങ്ങളെ വണ്ടിയും ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാരും വരുന്നുണ്ടോ? പിന്നെ ഇല്ലാതെ. അവരില്ലാണ്ട് നമുക്ക് എവിടേക്കെങ്കിലും പോവാൻ പറ്റുമോ? ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ? പിന്നെ ഒരുപാട് சின்னஞ்சீரு கூட்டுக்குள்ள சொர்க்கம் இருக்கு. அட சின்ன சின்ன அன்பில் தானே ஜீவன் இன்னும் இருக்கு. பட்டாம்பூச்சி கூட்டத்துக்கு வட்டாயதுக்கு அடபாசம் மட்டும் போதும் கண்ணே, காசு பானம் என்னத்துக்கு. பச்சை கிளிகள் தோலோடு பட்டுக்குயிலோ மடியோடு பூலோகம் ஆனந்தத்தின் இல்லை இந்த. അപ്പൊ ഇനി 2 days നമ്മൾ ഇവിടെയാവും സ്റ്റേ. പോരാ, വീട് പോരാ. നിനക്ക് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ തിരിച്ചു പോക്കോ, ഒരു കുഴപ്പമില്ല. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ.
ഇതിനെന്താ കുഴപ്പം? നല്ല വീടല്ലേ? അപ്പൊ ഇനി വേഗം ഏതൊക്കെ റൂമാ ആരൊക്കെ എടുക്കണമെന്ന് വേഗം പറഞ്ഞോ. അതിപ്പോ എന്തത്ര പറയാൻ, ഞാനും എന്റെ ചെക്കനും പിന്നെ ജീവയും വിശ്വയും പിന്നെ ഒന്നുമില്ല. ഇന്ന് അങ്ങനൊന്നും പറ്റില്ല. ഇന്ന് നമുക്ക് നറുക്കിട്ടെടുക്കാം ആരെവിടേക്ക് എടുക്കണമെന്ന്. എനിക്ക് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, എന്റെ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാ? എന്നാ മോനൊരു കാര്യം ചെയ്യും, മോന് പുറത്ത് കിടന്നോ. അതാവുമ്പോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോടോ, താനെന്ത് ദുഷ്ടനാടോ. ഇനി ഇതിന്റെ പേരിൽ തല്ലുകൂടണ്ട, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാം പോരെ? ആ, ചേട്ടൻ പറഞ്ഞത് ശരിയാ, അതാ നല്ലത്. ജീവാ, എന്താ പറ. വേണ്ടാന്ന് പറ, നമുക്ക് തനിച്ച് കിടക്കാം. അയ്യടാ, അതിനെ ഇത് നമ്മുടെ ഹണിമൂൺ അല്ലല്ലോ മോനെ. എന്റെ കുഞ്ഞങ്ങ് നീങ്ങി നിന്നേ. ഓ, ഏത് നേരത്താണോ ഇവറ്റകളൊക്കെ കൂടെ കൂട്ടാൻ തോന്നിയത്? ഉറക്കിത്തരാം, എല്ലാത്തിനെയും ഞാൻ നന്നായിട്ട് ഉറക്കിത്തരാം. ഫുഡ് റെഡി, എല്ലാരും പോരെ? അച്ചു, നിനക്ക് അവന്റെ കൂടെ കിടക്കണ്ടേ? വേണം. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തൊക്കെ ആഗ്രഹങ്ങളായിട്ട് വന്നതാണെന്നറിയോ, എല്ലാം കൊളായി. അതൊക്കെ നടക്കും, നീ എന്റെ കൂടെ ഒന്ന് മനസ്സ് വെച്ച് നിന്നാ മതി. അതെങ്ങനെ? ഓക്കെ, സെറ്റടാ. അപ്പൊ അങ്ങനെ ചെയ്യാം. A few moments later. മതി, എല്ലാരും കിടക്കാൻ നോക്കിയേ. ടൈം ഒരുപാടായി. നിനക്ക് വേണമെങ്കിൽ നീ കിടന്നോ. ഓ, ഇങ്ങേരെ ഇന്ന് ഞാൻ മതി ചേട്ടാ, പറഞ്ഞ പോലെ ടൈം ഒരുപാടായില്ലേ. ശരിയാടോ, എന്നാ എല്ലാരും പോയി കിടന്നോ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന കൊറേ നേരമായല്ലോ. അത് നിന്റെ അടുത്ത് കിടക്കുന്നത് എന്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതാ. ഓ, ഇപ്പൊ അന്നിനി മനുഷ്യന് ഉറക്കലുണ്ടാവില്ല. അച്ചു ഒന്ന് പതിയെ വലിക്കടാ. ഈ തെണ്ടിത്തെന്തിനാ മനുഷ്യന്റെ ചെവി വന്ന് വലിക്കുന്നേ? സൂരജ്, നീ ഇവനായിട്ട് ആ റൂമിലെങ്ങാനും പോയി കിടന്നു, അല്ലാണ്ട് ഈ ചെന്തു മനുഷ്യനെ ഉറക്കത്തില്ല. ഞാനോ? ഇവന് ഹൈറ്റ് കുറവേ ഉള്ളൂ, ഒടുക്കത്തെ വെയിറ്റ് ആണ്. നീ ആ ജീവനോടെങ്ങാനും പറ, എങ്ങനെയും നിന്നെടുത്തിട്ട് പോടുന്നു. ജീവ, എന്റെ പൊന്നല്ലേ, ഒന്ന് ഈ ലോഡ് അവിടെ കൊണ്ടുപോയി തട്ടി തരൂ. ശരി, വായോ. എന്തോന്നടാ, നിന്റെ തൊണ്ടയിൽ വല്ല മയക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഓ, എന്തൊരു ശബ്ദം അത്. മനുഷ്യന് ഉറങ്ങൊന്നും വേണ്ടേ? അയ്യോ, ചേട്ടനൊരു ബുദ്ധിമുട്ടായോ? പുതപ്പ് ഭയങ്കര പൊടി. പൊടി. വിശ്വ, ഞാനൊരു കാര്യം പറയട്ടെ.
ഒന്നും തോന്നരുതേ. നീ ഒരു കാര്യം ചെയ്യ്, അവരെ കൂടെ എങ്ങാനും പോയി കിടക്ക്. ചേട്ടന് ഒരു കുഴപ്പമില്ല. എന്നാ അങ്ങനെ ആവട്ടെ ചേട്ടാ, ഞാൻ അവരെ കൂടെ പോയി കിടന്നോളാം. ചേട്ടന്റെ ഇഷ്ടം പോലെ. ചേട്ടനൊരു ബുദ്ധിമുട്ടായെങ്കിലും ഒന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ചേട്ടന്റെ കൂടെ തന്നെ കിടന്നിരുന്നു. അയ്യോ വേണ്ടായേ. പൊക്കോ പൊക്കോ. എന്നാ ഞാൻ പോയിട്ട് അവിടെ കിടക്കട്ടെ ചേട്ടാ. പൊട്ടൻ ചേട്ടൻ വിശ്വസിച്ചു. ഇവനിത് ചെറിക്കാണോ അതോ കറിയാണോ? മോനെ ജീവ, ദാ വന്നിട്ടാൻ പോച്ചേ, ഉനക്കിന്ന് തൂക്കമില്ലാത്ത രാത്രി. അപ്പൊ ശരി, ഞാൻ പോവാ. ഇനി നിങ്ങൾ കിടന്നോ. ഇപ്പോഴാ സമാധാനായത്. എടാ പന്നി, അപ്പൊ നീ ഉറങ്ങിയിട്ടില്ല? ഇല്ലല്ലോ, ഇതൊക്കെ ഞങ്ങളൊരു അടവല്ലേ. മോർണിംഗ് വന്നേ. ഇപ്പൊ നമുക്ക് പിണങ്ങി നിൽക്കാനുള്ള ടൈമല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം, എന്നോട് പിണങ്ങണോ അതോ ഇതിനും കൂടുതൽ വേണോന്ന്. என் ஆசையெல்லாம் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அணைப்பினிலே. வேறென்ன வேண்டும் உலகத்திலே, இந்த இன்பம் போதும் நெஞ்சினிலே. ஏழு ஜென்மம் வாழ்ந்து விட்டேன். അവിടെ നിക്കടാ, നീ ഇതെങ്ങട്ടാ പോണേ? ഇതെങ്ങനെ വന്നു? പറന്നു വന്നു. എന്തിയെ? ഇപ്പൊ മനസ്സിലായില്ല മോനെ, ഞങ്ങള് വിചാരിച്ച നിങ്ങളെ ഞങ്ങളെടുത്ത് എത്തിക്കാൻ പറ്റുന്നു. എടാ ദുഷ്ടന്മാരെ, അപ്പൊ ഇത് നിങ്ങളെ പ്ലാൻ ആയിരുന്നു അല്ലേ? അതേലോ. മോൻ എന്താ വിചാരിച്ചേ? നീ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ വേണം, എന്നെ ഇറുക്കി പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നവരെ. വിശ്വ, ആരെയും കാണും? ആരും കാണൂല. നീ ആരെയും അറിയിക്കാണ്ടിരുന്നാ മതി. വന്നേ വന്നേ, ഇപ്പൊ തന്നെ ഒരുപാട് സമയായി. ഞാൻ ഇന്ന് തകർക്കും. പിന്നെ എനിക്കൊന്നും വയ്യ, വിട്ടേ നീ. ജീവ, ചുമ്മാ കളിക്കല്ലേ. ഓ, അല്ലെങ്കിലും എനിക്ക് മാത്രാണല്ലോ ഇതിലൊക്കെ താല്പര്യം. നിന്റെ താല്പര്യം കൂടി ഞാൻ നോക്കണമായിരുന്നു. സോറി, ഞാൻ കരുതി നിനക്കും. സാരല്ല, നീ പോയി കിടന്നോന്നാ. വിശ്വ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. കൊഴപ്പില്ല, നീ പോയിക്കോ. ഞാനിവിടെ എവിടെയും കിടന്നോളാം. നിനക്ക് വേണം, പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ ചാടയിടുന്നേ? അത് പിന്നെ നീ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക ഫീലാടാ. ഭയങ്കര. എന്നാ അതിനേക്കാൾ ഫീൽ എന്താന്ന് ഉനക്ക് ഇപ്പൊ കാണിച്ചു തരാട്ടാ. விழிகளில் விழுந்த நான் எழுகிறேன், எழுந்துமே மறுபடி விழுகிறேன். உன் பார்வையில் தோன்றிட அலைகிறேன், அலைந்துமே மறுபடி தொலைகிறேன். ஓர் நொடியும் உன்னை நான் பிரிந்தால் போர்க்களத்தை உணர்வேன் உயிரே. என்ன எல்லாம் சேர்த்து ஓர் கடிதம் வரைகிறேன். உன்
விழிகளில் விழுந்த நான் எழுகிறேன், எழுந்துமே மறுபடி விழுகிறேன். உன் பார்வையில் தோன்றிட அலைகிறேன், அலைகிறேன் மறுபடி தொலைகிறேன். എന്തോ ഒന്നുമില്ല. ജീവ പറ, എന്തോ കാര്യമായിട്ട് പറയാൻ വന്നതല്ലേ നീ? പറയും, എന്തോ പറ്റിയ? എന്താന്ന് ചോദിച്ചാ അറിയില്ല. നീ ഇങ്ങനെ എന്റെ അടുത്ത് ചേർന്ന് കിടക്കുമ്പോഴും ഐ ഫീൽ ദിസ് ഈസ് അവർ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമോ? കൗണ്ട് ചെയ്ത തീരില്ല ചെറുക്ക. രാത്രിന്നോ പകലൊന്നും ഇല്ലാതെ എത്ര തവണയാന്നറിയോ കണ്ണിലെ കാഴ്ന്നിറങ്ങിയിട്ടുള്ളത്? വല്ലതും അറിയോ? ആ അറിയാം. പക്ഷെ ഓരോ തവണയും നീ ഇങ്ങനെ എന്നോട് ചേർന്ന് കിടക്കുമ്പോ, ദേ ഈ പുതപ്പിന്റെ ഉള്ളിൽ പോലും ഒന്നുമില്ലാണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ എന്തോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് തോന്നുക. പിന്നെ നിന്റെ ഈ 2 കുഞ്ഞിക്കണ്ണ്, പിന്നെ എത്ര ഉമ്മ വെച്ചാലും കൊതി തീരാത്ത ഈ ചുണ്ട്, ഇത് നീ എപ്പോഴും പറയുന്നതല്ലേ? വിഷുവാ, ഞാൻ പറയട്ടെ? ഓ ശരി ശരി, പറഞ്ഞു. കണ്ണ്, ചുണ്ട്, പിന്നെ വേറെന്താ? ഓ വേറെ ഒന്നുമില്ല. അപ്പോഴേക്കും പെണ്ണുങ്ങിയോ? എനിക്ക് നിന്നില് ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടാന്ന് അറിയണ്ടേ? ആ എനിക്കൊക്കെ അറിയാം. കണ്ണല്ലേ? പിന്നെ അതൊന്നുമില്ല, അതെല്ലാരും പറയുന്നതല്ലേ. എന്റേത് കുറച്ച് വെറൈറ്റിയാ. കേട്ട കളിയാക്കരുതേ. എന്റെ ചെക്കനെ ഞാൻ കളിയാക്കൂ? പറ എന്താ? നിന്റെ നിന്റെ ഈ വയർപ്പ് എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ? നിന്നിലേക്ക് കൂടുതൽ എന്നെ വലിച്ചടുപ്പിക്കുന്നത് അതാ. അയ്യേ മോശം, ആര് കേൾക്കണ്ട. ഓരോരുത്തര് കണ്ണ് ചെണ്ടെന്നൊക്കെ പറയുമ്പോ നീ ഇതാ പറയാ? അതിനിപ്പോ നിനക്കെന്താ? എനിക്കിഷ്ടമുള്ളതല്ലേ പറയാ. എനിക്ക് ഏറ്റവും കൂടുതൽ നിന്നില്ലാത്ത ഇഷ്ടം. നീ വേണമെങ്കിൽ കേട്ടാ മതി. ഇനിയെങ്ങാനും വല്ല ക്രീമും തേച്ച് വന്നാണ്ടല്ല. ഓക്കേ സമ്മതിച്ചു. ഇനി എന്താ അടുത്ത പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. എനിക്ക് നന്നായിട്ട് ഉറക്കം വരികയുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാ. പക്ഷേ എനിക്കുണ്ട്, ഇനിയും വേണം വിഷയം. എനിക്ക് ഒരു തവണ കൂടി നിലാവിൽ നീ വരില്ലെങ്കിൽ. ജീവ, നീ എന്തായി പറയുന്നേ? ഇപ്പൊ തന്നെ ഒരുപാടായി. ഇനിയായ നിനക്ക് സഹിക്കില്ലടാ. രാവിലായ നല്ല പെയിൻ കാണും. ആണോ? സാരല്ല, സഹിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടാ നീ തരുന്ന ഈ വേദന. ശരി സമ്മതിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ട്രൈ. ഞാനോ? നീ തന്നെ എപ്പോഴും ഞാനല്ലേ. നിനക്കും അറിയണ്ടടാ, സെൽഫ് അല്ലാതെ ഇതിന്റെ ഫീൽ എന്താന്ന്. നിനക്ക് വേദനിക്കില്ലേടാ? അപ്പോ നിനക്ക് വേദനിക്കാറില്ലേ? ഈ വേദനയ്ക്കും ഒരു ഫീലാണോ? ഞാനില്ലേ കൂടെ? ജസ്റ്റ് ട്രൈ. എനിക്ക് വേണ്ടിയിട്ടെങ്കിലും. ഓക്കെ സമ്മതിച്ചു. പക്ഷേ പെയിൻ വന്ന എന്നോട് പറയണം. ഇല്ല ജീവ, ഒരിക്കലും ഞാൻ നിന്നോട് പറയില്ല. കാരണം എനിക്കറിയണം ആ പെയിൻ എന്താന്ന്. എന്നെ കണ്ണ് നിറഞ്ഞ പോലും നീ സ്റ്റോപ്പ് ചെയ്യരുത്. വിശ്വ
എന്നാ വേണ്ട. വേണം ജീവ. എനിക്ക് പെയിൻ കൂടുമ്പോ ഞാൻ നിന്നെ മുറുക്കെ പിടിച്ചോളാം. സ്ലോ, ഓക്കെ? പക്ഷേ നീ പതുക്കെയല്ലേ ചെയ്യാറ്? അതെന്താ? ബിക്കോസ് യു മൈ ബേബി, നോട്ട് മീ. എനിക്കിപ്പോഴും നീ കുഞ്ഞാ. ഒരു കാര്യം പറയാ ജീവ, എനിക്ക് പെയിൻ ആവുമെന്ന് കരുതി ഡോണ്ട് സ്ലോ, ഓക്കെ? ജസ്റ്റ് ലൂസ് യുവർ കൺട്രോൾ. ഞാനില്ലേ കൂടെ? ഉറപ്പാണ് ഞാൻ ചെയ്തോട്ടെ? യെസ്, ഞാനല്ലേ പറയുന്നേ, ചെയ്. ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ അതെന്താ ഈ നേരത്ത് അങ്ങനെ ഒരു ശബ്ദം? എന്താണാവോ മൂന്നെണ്ണത്തിന് നിരത്തി നിർത്തിണ്ടല്ലോ. ഓ, വന്നല്ലോ അടുത്ത അവതാരം. മോനിങ്ങോട്ട് വന്നേ. ഇതെന്ത് പറ്റിയതാ? എന്തിനാ അവരെ മൂന്നാളെയും ഇങ്ങനെ നിരത്തി നിർത്തിയേക്കുന്നേ? അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ ഇവന്മാര് പ്രണയത്തിലാണത്ര? ഓഹോ, അപ്പോ എല്ലാരും അറിഞ്ഞു. ഒന്നും അറിയാത്ത പോലെ നിന്നേക്കാം. എന്താടാ ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങളെല്ലാ കാര്യത്തിനും ഞാൻ കൂടെ നിന്നിട്ടുള്ളതല്ലേ, എന്നാ എന്നോടൊരു വാക്ക്? മോശം, വളരെ മോശം. നീ എന്താ പൊട്ടം കളിക്കുക? കിട്ടി, നന്നായി. അത് അല്ലെങ്കിൽ കുറച്ച് എടുത്തുചാട്ടം കൂടുതല എല്ലാ കാര്യത്തിലും. എന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. ചോദിക്കും, അപ്പ പറഞ്ഞാ മതി. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ? നീ എന്താ വിചാരിച്ചേ ഞങ്ങളൊന്നും അറിയില്ലെന്നോ? അവൻ പറഞ്ഞു ഇവൻക്ക് അവനോടുള്ള പ്രണയം കണ്ടുപിടിച്ചത് തന്നെ നീയാണെന്ന്. എന്നിട്ട് അവൻ നിന്ന് നാടകം കളിക്ക. ഒരെണ്ണം തരാൻ അറിയാഞ്ഞിട്ടല്ല, സ്വന്തം അനിയന്മാരെ പോലെ കണ്ടുപോയി. എടാ ദുഷ്ട, കൂടെ നന്നവനെ തന്നെ ചതിക്കണം അല്ലടാ പന്നി. നീ എന്നോട് ക്ഷമിക്കണം, വേറെ വഴിയില്ലായിരുന്നു, പറ്റിപ്പോയടാ. നിങ്ങൾക്കെന്താ ഞങ്ങളെ പൊട്ടന്മാരായിട്ട് തോന്നുന്നുണ്ടോ? ദേ, ഇവന്മാരെ കാര്യം പിടിച്ചപ്പോ പോലും ഞങ്ങൾ നിങ്ങളെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിന് ആ കാര്യവും നമ്മളോട് ഇവര് പറഞ്ഞതൊന്നുമല്ലല്ലോ, അറിഞ്ഞതല്ലേ. അതുപോലെ ഈ കാര്യവും പറയണ്ടെന്ന് കരുതി കാണും. എന്തായാലും നന്നായിടാ. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം സംഭവിച്ചപ്പോ തന്നെ ഞങ്ങളെ മാറ്റി നിർത്തണം നിങ്ങള്. ഇന്നേവരെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. ഇതേവരെ എന്തെങ്കിലും കാര്യത്തിന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാ വിജയങ്ങൾക്കും കൂടെ നിന്നിട്ടില്ലേ? എന്നിട്ടും നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. ഒന്ന് നിർത്തുന്നുണ്ടോ? ശരിയാ, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇത് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചതാ. പക്ഷെ ഇവൻ തന്നെയാണ് വേണ്ടാന്ന് പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയതോ വേണ്ടാന്ന് വെച്ചതോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ തോന്നിയെങ്കിൽ ഇന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല പിന്നെ വിശ്വ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നോക്ക്, നിങ്ങൾ 3 ചേട്ടന്മാരും അല്ല, നിങ്ങൾ 5 ചേട്ടന്മാരും കേൾക്കാൻ വേണ്ടി പറയാ. ഞങ്ങൾക്ക് നിങ്ങളാണല്ല. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളൊന്നും ഒന്നുമല്ല. ഞാനാണ് ഇവനോട് നിങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞ്.
വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നും അല്ല. എന്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയാ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പൊ തന്നെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇവര് തന്നെ ഇപ്പൊ എനിക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിലേക്ക് നിങ്ങളെ കൂടി വലിച്ചിടാൻ എനിക്ക് വയ്യ. അല്ലാണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയതോ മാറ്റി നിർത്തിയതോ ഒന്നുമല്ല. എപ്പോഴും ചേട്ടന്മാരെ പോലെ കണ്ടിട്ടല്ലേ ഉള്ളൂ. ഇല്ലെങ്കി പറ. നിങ്ങൾക്ക് വിഷമാവാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾക്ക് എത്ര സങ്കടം ഉണ്ടാവും. ഞങ്ങളോടൊന്നും പറയാത്ത വിഷമത്തിൽ പറഞ്ഞതാണ്. വീട് പോട്ടെ, സാരല്ല. സോറി. 3 പേരും എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്കറിയാലോ എന്റെ സ്വഭാവം. പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷമാവും ചിന്തിക്കുന്നത്. എന്റെ ഈ എടുത്തുചാട്ടവും ദേഷ്യം കാരണമാണ് എന്റെ ജീവടി ലൈഫ് തന്നെ ഇങ്ങനെ ആയത്. പിന്നെ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ആരുമല്ലെന്നോ അങ്ങനെ ഒരിക്കലും പറയരുത്. അത് കേട്ടപ്പോഴാ എനിക്ക് കൂടുതൽ ദേഷ്യം വന്നത്. നിങ്ങളാണ് ഞങ്ങൾക്കെല്ലാം. അച്ഛനായും അമ്മയായും സഹോദരങ്ങളായും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ കൂട്ടുകാരായും അങ്ങനെയെല്ലാം. സത്യം പറഞ്ഞ എന്റെ ഇരുണ്ട ലൈഫിലേക്ക് വെളിച്ചായിട്ട് വന്നവരാ നിങ്ങൾ. മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും തുടങ്ങിയത് നിങ്ങൾ വന്നതിന് ശേഷം. ഞാൻ എന്താന്ന് പോലും എനിക്ക് മനസ്സിലായത്. സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞത്. എപ്പോഴൊക്കെയും അടുത്തുപോയി ജീവിതം കൈപിടിച്ച് കയറ്റിയത് തന്നെ നിങ്ങളാ. അപ്പൊ പിന്നെ നിങ്ങളെ വേണ്ടാന്ന് വെക്കുവോ, മാറ്റി നിർത്തുവോ? ഞാൻ ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ശ്വാസം അങ്ങ് നിൽക്കണം. സോറിടാ, ചേട്ടന് എല്ലാം കൂടി ആയപ്പോ നല്ല വിഷമായി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. நல்ல நண்பன் வேண்டும் என்று அந்த மரணமும் நினைக்கின்றதா? சிறந்தவள் நீதான் என்று உன்னை கூட்டிச் செல்ல துடிக்கின்றதா? ഇപ്പോഴാ ഒരു സമാധാനായത്. എന്നാ ഇനി പോയി കിടന്നാലോ? ശരിയാ, ടൈം ഒരുപാടായി. ഇനി എന്തായാലും നാളെ സംസാരിക്കാം. ആരൊക്കെ പോവാൻ ടൈം ആയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാരും കിടക്കുന്നുള്ളൂ. ഇനി എന്ത് കാര്യം? കഴിഞ്ഞില്ലേ? എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്ന് വേഗം പറയോ. അത് കഴിഞ്ഞിട്ട് വേണം മനുഷ്യനൊന്ന് പോയി കിടക്കാൻ. എന്താ അവന്റെ ഒരു തിടുക്കം? എനിക്കറിയാം നിന്റെ ചാട്ടം എങ്ങോട്ടാണ്. ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ടൈം ഇത്രയും. പിന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി. ആ സ്ഥിതിക്ക് ഇവരുടെ ലവ് സ്റ്റോറി കൂടി ആയാലോ? നമുക്ക് അറിയാലോ നമ്മളെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാ ചെറുക്കന്മാരിങ്ങനെ സ്നേഹിച്ചെന്ന്. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. നിങ്ങളെല്ലാരും കേട്ടോ? നീ ഇതെങ്ങോട്ട് പോണ്? ഇരിക്കട എവിടെ മോനെ. നീയാണ് ഇതിലത്തെ മെയിൻ റോള്. പെട്ടു മോനെ, നീ പെട്ടു. പെട്ട് എന്നല്ല, ചത്ത് എന്നാ പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ കോളേജിലേക്ക് ഒന്നും കൂടി പോവല്ലേ?